സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഈ പാറ്റാ സമരം ഇപ്പോൾ കഴിഞ്ഞു. ഈ പറയുന്ന പോലെ അവിടെ അതീവ സുരക്ഷാ മേഖലയായ ജന്തർ മന്ദിറിലെ സമരം കഴിഞ്ഞ ശേഷം ആ സമരത്തിലെ എടുത്ത കേസുകളൊക്കെ പിൻവലിക്കണമെന്ന് പാർട്ടി പാർട്ടിയുടെ ആൾക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അതെല്ലാം പിൻവലിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായൊരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. സർ, സുപ്രീം കോടതിയുടെ ആ ഇടപെടൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഈ സമരത്തിന്റെ ബാക്കി അവശേഷിപ്പുകളായി നമുക്ക് കാണാൻ കഴിയുന്നത്? അത് കേന്ദ്ര സർക്കാരിന് വലിയ ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നാണ് 29-നാണ് ഈ കുട്ടികളുമായിട്ട്, അതായത് പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് 2 കേന്ദ്രമന്ത്രിമാര് നടത്തിയ ജിതേന്ദ്ര സിംഗും നദ്ദയും നടത്തിയ ചർച്ചകളുടെ നദ്ദയുടെ തീരുമാനം ഇന്ന് ബുധനാഴ്ച പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഇന്ന് അറിയാമെന്നായിരുന്നു നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് കുട്ടികൾ ഉന്നയിച്ചിരുന്ന പാർട്ടിയുടെ യുവാക്കൾ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകളെല്ലാം പിൻവലിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് അവർ വെച്ചിരുന്നു. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റിലെ പ്രതിനിധികൾ, ആ 2 മന്ത്രിമാരും അത് കേട്ട ശേഷം ഞങ്ങളൊരു ഫൈനൽ തീരുമാനം പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് സോനം വാങ്ചുക്കിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇവരോടൊപ്പം അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സത്യാഗ്രഹം ചെയ്ത് സോനം വാങ്ചുക്കിനോടും കേന്ദ്രം അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. കുട്ടികൾക്കെതിരെ അതാണ് ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ആ കുട്ടികൾക്കെതിരെ എടുത്ത കേസുകൾ, അവർക്കെതിരെ ഉള്ള കേസുകൾ പിൻവലിക്കാം, പക്ഷെ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ നിലനിൽക്കും. അങ്ങനെയല്ലേ പറ്റുള്ളൂ. കുട്ടികളാരും ക്രൈം ചെയ്യാൻ പോകത്തില്ലല്ലോ, ക്രിമിനൽ സ്വഭാവം കാണിക്കാൻ പോകത്തില്ല. വണ്ടി കത്തിക്കാനും അല്ലെങ്കിൽ തീ വെക്കാനും കല്ലെറിയാനും മുഖം മൂടി ധരിച്ചുകൊണ്ട് പോലീസുകാരെ അടിക്കാനും അവരുടെ നേരെ മാരകായുധങ്ങൾ പ്രയോഗിക്കാനൊന്നും കുട്ടികൾ പോകത്തില്ല. അവർ പഠിക്കുന്ന കുട്ടികളാണ്. അവർ കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു ബഹളം വെക്കും, പരമാവധി ഒരു കല്ലോ കൊടുത്ത് അത് തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല. അതൊക്കെ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ സമരമുറകളാണ്. പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് അവർ പറയുന്നത്. പല വിഷ്വൽസിലും അങ്ങനെയാണ് കാണുന്നത്. കുട്ടികളുടേതായ വലിയ ആക്രമണങ്ങൾ കാണുന്നില്ല. അവർ ഒരു പക്ഷെങ്കില് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പോലീസുമായിട്ട് ഉന്തും തള്ളും പിടിച്ചു വലിക്കുകയൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് നടന്നിരിക്കുന്ന വലിയ ക്രൈം ഉണ്ട്, വലിയ ക്രൈം. ഇപ്പൊ കഴിഞ്ഞ ദിവസം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 2850 മുകളിലാണ്. 2873 ക്രിമിനലുകളാണ് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. കറക്റ്റ്. അത്രയും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതാണ് ഹരിപ്രസാദ്. തീർച്ചയായിട്ടും പോലീസിന്റെയും സർക്കാരിന്റെയും സംവിധാനം. അതെ, ഡൽഹി പോലീസ് കണ്ടെത്തിയതാണ്. ഡൽഹി പോലീസ് ഐഡന്റിഫൈ ഇതുവരെ അവർ കിട്ടിയിരിക്കുന്ന വിഷ്വൽസ് വെച്ച് ഐഡന്റിഫൈ ചെയ്തതാണ് ഏതാണ്ട് 100-ലധികം ക്രിമിനൽസ്, കൊലക്കേസ് പ്രതികളുണ്ടെന്നൊക്കെയാ പറയുന്നത്. കൊലക്കേസ് പ്രതികളുണ്ട്. മാരകമായ, പറഞ്ഞില്ലയോ, വളരെ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാനടക്കമുള്ള തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ, കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചവരുണ്ട്. പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ്. അങ്ങനെയാണ് 2773 പേരെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇനിയും വരുമെന്നാണ് പറയുന്നത്. ഈ നമ്പർ ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല, ഇനിയും വരുമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ വിഷയങ്ങൾ കാണുന്നില്ലേ, മുഖം മൂടിയും മറ്റേതും ധരിച്ച് കറുത്ത തുണി കൊണ്ട് മുഖമൊക്കെ മറച്ചിട്ട് വരുന്ന ആളുകൾ വലിയ മാരകായുധങ്ങളുമായിട്ടാണ് ആക്രമണം നടത്തുന്നത്. പ്രായം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒന്നാം മുഖം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരെയൊക്കെ പിടികൂടി പോലീസും അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരെല്ലാം പിടികൂടിയിട്ട് മുഖം മൂടിയൊക്കെ അടിച്ച് നോക്കുമ്പോഴാണ് ക്രിമിനൽസ് ആണ്. അവരുടെ പേരൊക്കെ ചോദിക്കുമ്പോൾ മറ്റു ചില പേരുകളൊക്കെയാണ് വിളിച്ചു പറയുന്നത്, യഥാർത്ഥ പേരുകൾ പോലും പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ സമരത്തിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്. അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരെ സഹായിക്കാനെന്ന മറവിലാണോ അതോ കുട്ടികൾ അറിയാതെയാണോ? ശരിക്കും അവരുടെ ജനുവിനായ കോസ് ഉന്നയിച്ചുകൊണ്ട് തന്നെ ഒരു ഗാന്ധിയൻ മോഡൽ സമരമാണ്, അണ്ണാ ഹസാരെ മോഡൽ സമരമാണ് കുട്ടികൾ അവിടെ നടത്തിയത്. പക്ഷെ അതിനിടയിൽ കൂടാണ് യുവന്മാർ മറിഞ്ഞു കയറിയിരിക്കുന്നത്. അതിനകത്ത് രാജ്യവിരുദ്ധന്മാരുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വന്നില്ലേ നമുക്ക്, ഇല്ലേ? ആർട്ടിക്കിൾ 370 കാശ്മീരിന്റെ പദവി അതാണ്. അപ്പൊ അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവരൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ അവിടെ എപ്പോഴും അത്തരം കാര്യങ്ങളിൽ വിദേശത്തും ഇന്ത്യക്കകത്തുമുള്ള ഈ ക്ഷുദ്ര ശക്തികളുടെ ഒരു വലിയ ആവശ്യം അതാണ് ഇപ്പോഴും. എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക,
ഇതിന്റെ വികസനത്തെ, ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ എങ്ങനെ ഇല്ലാതാക്കാം. അതിന് ചില ഇന്ത്യയിലെ ചില അംഗീകൃത രാഷ്ട്രീയ കക്ഷികളും കുട പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവരും കുട പിടിച്ചു കൊടുക്കുക. കാരണം ഗതിയില്ലാതെ നടക്കുന്ന കുറെ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ആകപ്പാടെ 1, 2, 3 സീറ്റുമായിട്ടൊക്കെ നടക്കുന്ന കുറെ രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇന്ത്യയിൽ. അവരുടെ പ്രധാന പരിപാടി ഇതാണ്. പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുക, ഫണ്ട് സ്വീകരിച്ച ശേഷം ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുട പിടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചിലരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, പോലീസ് അത് നോക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഇവരെ ഈ പറയുന്ന ക്രിമിനൽസ് ഒളിച്ച് താമസിച്ചിട്ടുണ്ട്. അതൊക്കെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ചില നമ്മൾ പറയുന്നത് രാഷ്ട്രീയത്തിലെ ചില തലതൊട്ടപ്പന്മാരൊക്കെ കുടുങ്ങുമെന്നാണ് പറയുന്നത്. ഇതിനെതിരെ സമരം പ്രഖ്യാപനം ഡൽഹിയുടെ അവിടെ പോയി കുട്ടികളുടെ മുമ്പിലൊക്കെ പോയി നിന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയ ചില വിദ്വാൻമാരും ഒക്കെ പോലീസിന്റെ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അവരെ ഒക്കെ പോലീസ് നോട്ട് ചെയ്യുന്നുണ്ട്. അത് അവസാനം 2ാമത്തെ സ്റ്റേജിലേക്ക് വരികയുള്ളൂ. ആദ്യം ക്രിമിനൽസിനെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതാണ് ഇപ്പൊ അതിനാണ് ഇന്ന് മറുപടി പറയാമെന്ന് പറഞ്ഞത്. അപ്പൊ അതിനിടയിലാണ് ഇന്നലെ ഈ കേസ് വരുന്നത്. കേസ് വരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചെയ്തത് എന്താണ്? സുപ്രീം കോടതി പച്ചപ്പൊടി വീശി. സുപ്രീം കോടതി ശരിക്കും കേന്ദ്ര ഗവൺമെന്റിന് വലിയൊരു റിലീഫാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ, ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽസ് വീഡിയോ എല്ലാ തെളിവോടും കൂടിയാണ് നമ്മുടെ തുഷാർ മേത്തയാണല്ലോ ഹാജരായത്. അദ്ദേഹം കൃത്യമായ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേസിന്റെ നടപടികൾ മുന്നോട്ട് അറസ്റ്റ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യരുത്, പക്ഷേ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അറസ്റ്റും ചെയ്യാം. അതായത് കൂട്ട അറസ്റ്റ് പാടില്ല. കാരണം അതിൽ നിന്ന് നല്ലതും ചീത്തയും അല്ലെങ്കിൽ ക്രൈമിൽ പങ്കെടുത്ത ആളുകളെ വേർതിരിച്ചെടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പശ്ചാത്തലം ഗുരുതരമായ ഇപ്പൊ ഈ കൊലക്കേസ് പ്രതികൾ അടക്കമുള്ള അല്ലെങ്കിൽ കാപ്പ കേസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്തരം കേസുകളിൽ പശ്ചാത്തലമുള്ളവരെ, മുൻ ക്രൈം ചരിത്രമുള്ളവരെ അറസ്റ്റ് ചെയ്യാം. അതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ കൂട്ടമായ അറസ്റ്റ് പാടില്ല. കേസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. വലിയ ആശ്വാസകരമാണ്. അപ്പൊ ഇന്നത്തെ തീരുമാനം അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിനിടയിൽ വീണ്ടും ഇവർ ഈ കുട്ടികളെ ഇളക്കി വിടുന്നതിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഈ കക്ഷികൾ നടത്തുന്നുണ്ട്. അവർക്ക് സംഭവം ഇപ്പൊ മനസ്സിലായി. എവിടൊക്കെയോ സംഭവം മണക്കുന്നുണ്ട്, കുഴപ്പം വരുന്നുണ്ടെന്നത് മനസ്സിലായി. ഇപ്പൊ ജന്തർ മന്ദിറിൽ മാത്രമല്ല, ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചും അക്രമങ്ങൾ നടന്നിരുന്നു. അതേപോലെ തന്നെ അക്രമം നടന്ന മറ്റൊരു വലിയ സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലും കാര്യമായ രീതിയിൽ അവിടെ ആപ്പ് ഭരിക്കുകയാണല്ലോ, AAP ഭരിക്കുന്നതാണ്. അപ്പൊ ആപ്പിന്റെ അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന്റെ പശ്ചാത്തലമാണെന്ന് വലിയ സമരം അവിടെ നടത്തിയിരുന്നു. അസമിൽ നടത്തിയിരുന്നു. പശ്ചിമ ബംഗാൾ ഏറ്റവും വലിയ സമരം നടന്ന മറ്റൊരു കേന്ദ്രമാണ് പശ്ചിമ ബംഗാൾ. അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടന്നിരുന്നു. പക്ഷെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. പക്ഷെ മഹാരാഷ്ട്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞത് കേസുകളൊന്നും തൽക്കാലം ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മാറി നിൽക്കുകയാണ്. ഒന്നുകൂടെ വരട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരട്ടെ എന്നുള്ളതായിരിക്കാം. പക്ഷെ പശ്ചിമ ബംഗാൾ സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കേസ് എടുക്കുന്നുണ്ട്. കേസ് പഞ്ചാബിലത്തെ സ്ഥിതി അറിയത്തില്ല. കാരണം അത് ആപ്പിന്റെ തീരുമാനത്തിനകത്ത് വരേണ്ടതാണ്. അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി NIA അടക്കമുള്ള NIA ആണ് ഇപ്പൊ കേസിനകത്ത് പ്രധാനമായിട്ട് ഇടപെടാൻ പോകുന്നു തോന്നുന്നു. അവരടക്കമുള്ള അന്വേഷണങ്ങൾ വരുന്നു. പക്ഷെ ഇതിനകത്ത് കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകളുടെ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല. തെലങ്കാനയിലും കർണാടകത്തിൽ ഇത്തരം സമരങ്ങളും അക്രമങ്ങളും നടന്നിരുന്നു, പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിരുന്നു. പക്ഷെ അവിടെയൊന്നും കേസ് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് എങ്ങനെയാണ് നോക്കാം. അതിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ പറയുന്ന ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സമരത്തിന്റെ അനുകൂലിച്ച് മുൻപന്തിൽ നിന്ന് കുട്ടികളെ സമരം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ് സമരം നയിച്ചത്. അവസാന ഘട്ടങ്ങളിലാണെങ്കിൽ പോലും സമരത്തിന്റെ മുഖമായിട്ട് മാറിയത് കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയുമായിരുന്നു, പിന്നെ CPM ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുക്കുന്നില്ല. പക്ഷേ ഈ കേന്ദ്രത്തിലെ സമരത്തിന് മുമ്പിൽ അവർ കയറി നിൽക്കുകയും ചെയ്തു. അവിടെ കുട്ടികളെ വീണ്ടും ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ സംഘടനകൾ, കാരണം ഒരാവശ്യവുമില്ലാതെ സമരത്തിന്റെ ലാസ്റ്റ് ലാപ്പിൽ വലിഞ്ഞു കയറിയ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് അപ്പൊ അവരോട് പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പൊന്നും തന്നിട്ടില്ല, ഇതുവരെ കേന്ദ്രം പറഞ്ഞ ഉറപ്പുകളൊന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടില്ല, അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ഇന്നലെ CJPയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ വാദമായിട്ട് വരുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കപിൽ സിബലിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ വക്കീൽമാരും രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. അതിന് 1 കോടി രൂപ കേസ് നടത്തിപ്പിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കുട്ടികൾ എന്തെങ്കിലും സംശയത്തിന്റെ ഇതിലേക്ക് മാറുമോ, അല്ലെങ്കിൽ വഴിതെറ്റിക്കപ്പെടുമോ എന്നൊരു സംശയമാണ് ഇപ്പം മറ്റ് നേതാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംശയം അത് തന്നെയാണ്. കുട്ടികൾ പറയുന്നത് ഞങ്ങൾ വീണ്ടും ഒരു സമരത്തിന് വരും, ഞങ്ങൾക്കെതിരെയുള്ള കേസുകൾ തുടരുകയാണെങ്കിൽ വീണ്ടും സമരത്തിന് വരുമെന്നാണ്. അത് പ്രായോഗികമായ കാര്യമാണോ? അവരൊരു ജെനുവിനായ ഒരു കോസിന് വേണ്ടി വന്നു,
ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്ന ഒരു കോസിന് വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണെങ്കിൽ ശരി, കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിച്ചു, അല്ലെ? കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു. കാരണം ഇതൊരു കീഴ്വഴക്കമാക്കേണ്ടെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഇതിനു മുമ്പും ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? നമ്മളിപ്പോ 1990 ശേഷമുള്ള കേസുകൾ മാത്രം എടുത്താൽ മതി, പുറമോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. എത്രയോ പരീക്ഷകൾ എത്രയോ സംസ്ഥാനങ്ങളിലെ ഇന്നലെ നമ്മുടെ തേജസ്വി യാദവ് പാർലമെന്റിൽ പ്രസംഗിക്കുന്ന കേട്ടില്ലേ? കർണാടകത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. എത്ര പരീക്ഷാ പേപ്പറുകൾ ചോർന്നിരിക്കുന്നു. കേരളം, അല്ലെ? കേരളത്തിലെ പരീക്ഷ കഴിഞ്ഞ ആഴ്ചയിലും PSC പരീക്ഷാ പേപ്പർ ചോർന്നിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള അതിന്റെ പേരിലൊന്നും ഒരു മന്ത്രിയും രാജിവെച്ചിട്ടില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കുട്ടികളുടെ ന്യായമായ ആവശ്യം അംഗീകരിച്ചു. നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യ ഉണ്ടായതാണ്. 20-ലേറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തൊരു സംഭവമാണ്. അതിന്റെ എല്ലാ മാനുഷിക വശങ്ങളും ധാർമ്മികത ഏറ്റുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്രനെ പോലെ ഒരാളിനെ, ഇത്രയും അവരുടെ തലയെടുപ്പുള്ള ഒരു നേതാവിനെ BJP കൈവിടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വകുപ്പിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ വികാരം മാനിച്ചു തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വീഡിയോ തെളിയിക്കുന്നത് തന്നെയാണ്, അമിത്ഷാ പറഞ്ഞതും അതൊക്കെ തന്നെയാണ്. പക്ഷെ അന്നേരവും അമിത്ഷാ കൃത്യമായിട്ടൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവര് BJPയുടേതായ ചില വാക്കുകൾ, നേതാക്കന്മാരുടെ ചില വാക്കുകൾ പുറത്തു വന്നത്, കാര്യം ശരിയാണ്, കുട്ടികളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാം, ന്യായമായ കാര്യങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാം, അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ക്രൈം ചെയ്ത ആളുകളെ, ക്രിമിനൽസിനെ ഒന്നും ഞങ്ങൾ പുറത്ത് വിടാൻ പോകുന്നില്ല. ക്രിമിനൽസ് ഈ പറഞ്ഞതുപോലെ NIA തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. NIA ആണ് അന്വേഷിക്കാൻ പോകുന്നതാണ്, കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുട്ടികളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിശകലനം ശരിയാണ്. അവരുടെ 2-3 ദിവസം വരുന്ന പ്രസ്താവനകളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ, ഞങ്ങൾക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ജന്തർ മന്ദറിലേക്ക് സമരവുമായിട്ട് വരുമെന്നാണ് ഈ വിദ്യാർത്ഥി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.